ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഗർഭകാലത്ത് വ്രതം അനുഷ്ഠിക്കാൻ പാടുണ്ടോ, ഫാസ്റ്റിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി. അതിനെക്കുറിച്ച് പറയാനാണ്. യൂഷ്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം കാലയളവിൽ നോർമൽ ആളുകൾക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സിംറ്റംസേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് തലകറക്കം, തലവേദന, വൊമിറ്റിങ്, അങ്ങനത്തെ ഒരുപാട് സിംറ്റംസ് ഉള്ള ആളുകൾക്കൊക്കെ എന്താണ് നമ്മൾ ആ ഒരു ട്രൈമസ്റ്ററിൽ യൂഷ്വലി നമ്മൾ എന്താ പറയുക, പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന രീതിയിൽ നമ്മൾ പറയും. ഇനി 8 മാസം ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി അടുക്കാനായിട്ടുണ്ട്, വ്രതം അനുഷ്ഠിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പക്ഷെ ആർക്കൊക്കെയാണ് ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് HB, ബ്ലഡിൽ ഹിമോഗ്ലോബിന്റെ അളവ് കുറവില്ലവർ, അനീമിക് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഷുഗർ, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമതായിട്ട് BP കൂടുതൽ ഉള്ള ആളുകൾ വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല. ഹൃദയ സംബന്ധമായിട്ട് അസുഖമുള്ളവർ നോമ്പെടുക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള കണ്ടീഷൻ ആവട്ടെ, അത് യൂറിൻ ഇൻഫെക്ഷൻ ആവും, ഇനി സിസ്റ്റമിക് ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷനുകളിൽ, അതുപോലെ മുന്നത്തെ ഡെലിവറി, അതായത് പ്രീ ടേം ബേബി, പ്രായം തികയാതെ അല്ലെങ്കിൽ മാസം തികയാതെയൊക്കെ പ്രസവിച്ച കുട്ടി മുന്നത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഡെലിവറിയിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ വെള്ളത്തിന്റെ അളവ് കുറവില്ല, ഒലിഗോ ഹൈഡ്രോമിനസ് പോലെയുള്ള കണ്ടീഷനുകളിൽ എന്താ പറയുക, അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വ്രതം അനുഷ്ഠിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരുവിധ പ്രശ്നവുമില്ല. നമ്മൾ പ്രഗ്നന്റ് ടൈമിൽ ഫാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. ഒരുപാട് സ്റ്റഡി അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അവഗണിക്കേണ്ട അവസ്ഥകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻലി 3 കാര്യങ്ങളാണ്. അത് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. രാവിലെ എന്താ പറയുക, സുബഹിക്ക് മുന്നേ കഴിക്കുന്ന ഫുഡ് നിർബന്ധമായിട്ടും കഴിക്കണം. എല്ലാവരും ഭയങ്കര മടിയുള്ള ആളുകളാണ്, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. പക്ഷെ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവൾ നല്ലപോലെ ഫുഡ് കഴിച്ചിരിക്കണം. രണ്ടാമതായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ മിതമായ രീതിയിൽ കഴിക്കുക. പിന്നെ ഉറങ്ങുന്നതിന്റെ 1 hour മുമ്പ് മൂന്നാമത് വീണ്ടും കഴിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത എന്താ പറയുക ഭക്ഷണ രീതിയാണ്. അപ്പൊ ഫാസ്റ്റിംഗിന്റെ ടൈമിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് പറയാം. ഒന്നാമതായിട്ട് ഹൈ ഷുഗറി ഫുഡ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതെല്ലാം അവോയ്ഡ് ചെയ്യുക. കാരണം അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് എന്താ പറയുക ദാഹം കൂടുതൽ, ഇൻക്രീസ് തേഴ്സ്റ്റി. സെക്കൻഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സോൾട്ട്, അതായത് ഈ പിക്കിൾ, അച്ചാർ പോലത്തെ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പിനെ കൂട്ടുന്നതാണ് ഈ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. മൂന്നാമതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റിമുലൻസുകളാണ്. സ്റ്റിമുലൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീ, കോഫി പോലത്തെ പദാർത്ഥങ്ങൾ. കാരണം നമ്മുടെ ബോഡിനകത്തുള്ള ഫ്ലൂയിഡ്സിനെ അവർ കുറയ്ക്കും. നമ്മുടെ പ്രഗ്നന്റ് ടൈമിൽ നമ്മൾ ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ സ്ലോ എനർജി റിലീസിംഗ് ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതായത് വീറ്റ്, അതുപോലെ പൊട്ടാറ്റോസ്, സ്വീറ്റ് പൊട്ടാറ്റോസ്, അങ്ങനത്തെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡുകൾ, ഹൈ ഫൈബർ വെജിറ്റബിൾസ്, വെജീസ്, അങ്ങനത്തെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. മൂന്നാമതായിട്ട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളത്. ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എഗ്ഗ്, മീറ്റ്, അതുപോലെ നല്ല കുക്ക് ചെയ്തിട്ടുള്ള മീറ്റ് അങ്ങനത്തെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ നോമ്പ് തുറക്കുന്ന ടൈമിൽ, അതായത് ഇഫ്താർ ബ്രേക്കിംഗ് ടൈമിൽ നമ്മൾ ഡേറ്റ്സ്, യോഗട്ട്, അതുപോലെ ഫിഗ്, ഫ്രൂട്ട്സ് അതുപോലത്തെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ലെമൺ ജ്യൂസ് പോലത്തെ സിട്രിക് ആയിട്ടുള്ളതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മിഡ് നൈറ്റ് നമ്മൾ എന്താ പറയാ, ലാസ്റ്റ് ഫുഡ് കഴിച്ച് കിടക്കുന്ന സമയം, ഫുഡ് കഴിച്ച് ഉടനെ കിടക്കാതിരിക്കുക. 1 hour മുന്നേ തന്നെ ഫുഡ് കഴിച്ച് തീർക്കുക. എന്നിട്ട് ഗർഭിണികൾ കിടക്കാൻ നോക്കുക. അതും ഈ പറഞ്ഞ പോലെ നെഞ്ചിരിച്ചിരുന്ന ഹാർട്ട് ബേൺ പോലത്തെ സിംറ്റംസ് ഉണ്ടാക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രഗ്നന്റ് ലേഡി നോർമലി ഫാസ്റ്റിംഗ് ചെയ്യാവുന്ന രീതിയിലാവാം.